ഈ വീഡിയോ നോക്കിക്കേ. ഇന്നലെ എന്റെ വീട്ടിൽ വന്നൊരു ശലഭമാണ് കേട്ടോ. പക്ഷേ ഇത് ചിത്രശലഭവുമല്ല. അതും ഇത് കഴിക്കുന്നതാണെങ്കിലോ വിഷച്ചെടിയുമാണ്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ഇതിന്റെ പേരാണ് ഹോഗ് മോത്ത് അല്ലെങ്കിൽ ഓലിയാണ്ടർ എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിനെ ചിത്രശലഭം വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഓരോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചിത്രശലഭമാണെങ്കിലോ എവിടെയെങ്കിലും പോയി ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ ചിറകൾ മേലോട്ട് വെച്ചാണ് വിശ്രമിക്കുന്നത്. പക്ഷേ ഇതാണെങ്കിലോ നേരെ വെച്ച് വിശ്രമിക്കും. പിന്നെ ഇതിന് വേഗത്തിൽ പറക്കാൻ കഴിയും. ചിത്രശലഭത്തിനേക്കാൾ വേഗത കൂടി പറക്കാൻ സാധിക്കുന്നതാണ്. അതും ഇത് അന്തരീക്ഷത്തിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അന്തരീക്ഷത്തിൽ ഒരു സ്ഥലത്ത് പറന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഇത് രാത്രി സമയത്തായിരിക്കും സജീവമായിട്ടിരിക്കുന്നത്. രാവിലെ സമയത്ത് സജീവമായിട്ടിരിക്കുന്നത് ചിത്രശലഭമാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാവിലെ കാണുന്നത് ചിത്രശലഭവും രാത്രി കാണുന്നത് മോത്തുമാണ് കേട്ടോ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ആർമി ഡ്രസ് ഇട്ട് കണക്ക് തോന്നും കേട്ടോ. ഇതിന്റെ കളർ ആണെങ്കിലോ വെള്ള, അതിനൊക്കെ തവിട്ട് പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇത് ഓരോ ഇലയുടെ ഇടയിലൊക്കെ പോയിരിക്കുമ്പോൾ മറ്റുള്ള ജീവികളിൽ നിന്ന് ഇതിനെ രക്ഷ നേടാൻ ഈ കളർ ഇതിനെ സഹായിക്കും. പിന്നെയുള്ള പ്രത്യേകതയാണ് നമ്മൾ ഈ തേൻ കുടിക്കുന്ന രീതി കേട്ടോ. ഇതാണെങ്കിലും സാധാരണ ഒരു ചിത്രശലഭമാണെങ്കിലോ പൂവിന്റെ മേളിൽ പോയി ഇരുന്നിട്ടാണ് ചിത്രശലഭം തേൻ കുടിക്കാറ്. പക്ഷേ മോത്തുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നീളമുള്ള തുമ്പിക്കൈ വെച്ചാണ് കുടിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇത് കുടിക്കുന്നത്. ഇതുമായിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്നതും വളരെ വിഷമേറിയ അരളി പോലുള്ള ചെടിയുടെ ഇലയാണ് ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വരം കിട്ടുകയാണ്. ഇത് കഴിക്കുന്നത് പോലും ഇതിന്റെ ശരീരം കയ്പ് ടേസ്റ്റ് ആവുകയും മറ്റുള്ള ജീവജാലങ്ങൾ ഇതിനെ വന്ന് ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യും കേട്ടോ. അത് കണക്ക് കേരളത്തിൽ സാധാരണയായിട്ട് കാണുന്നതും വളരെ മനോഹരവും കൗതുകവുമേറിയ ഒരു ജീവജാലം കൂടിയാണ് കേട്ടോ ഇത്.